നമസ്കാരം. ഞാൻ ദിവാകരൻ. പ്രവാസി അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. 33 വർഷത്തിലധികം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ഒരു സാധാരണ പ്രവാസിയാണ് ഞാൻ. ഞാൻ മടങ്ങിയെത്തത് 2018 ജാനുവരിയിലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ്. ഇന്ന് ഡേറ്റ് 30th ജൂൺ 2026. ഗൾഫിൽ ജോലി കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി പൈസയും മറ്റും ചെലവാക്കണം. പക്ഷേ ഗൾഫിൽ നിന്ന് വിരമിക്കുന്നത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പലരും പണം നന്നായി സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് ജീവിതത്തിൽ പണം കാര്യമായി നമ്മുടെ നാട്ടിൽ സമ്പാദിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സാധാരണ പ്രവാസിക്ക് സമ്പാദിക്കാൻ പറ്റുന്നു. എന്നാൽ വിരമിക്കൽ ജീവിതത്തിനായി തയ്യാറാവുന്നില്ല. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് ഗൾഫ് ജോലി നിർത്തിയാൽ അടുത്ത മാസം മുതൽ നിങ്ങളുടെ വീട്ടു ചിലവ് എവിടെ നിന്നാണ് വരുന്നത്? ഒരു നിമിഷം ചിന്തിക്കൂ. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. പല പ്രവാസികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ലൊരു വീടുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്, ബാങ്കിൽ കുറച്ച് പണമുണ്ട്. അപ്പോൾ അവർ കരുതുന്നു എനിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. വീട് താമസിക്കാൻ സഹായിക്കും, ഭൂമി അഭിമാനം നൽകും. പക്ഷേ ഇവ രണ്ടും എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കില്ല. വിരമിച്ച ശേഷം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ക്യാഷ് ഇൻഫ്ലോ ആണ്. എല്ലാ മാസവും സ്ഥിരമായി കിട്ടുന്ന ഒരു വരുമാനം വേണം. എങ്കിലാണ് നമുക്ക് മാസത്തെ ചെലവ് നടത്താൻ പറ്റൂ. ഇപ്പോൾ ഞാൻ പറയുന്ന 5 ചോദ്യങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുന്നേ ഓരോ പ്രവാസിയും സ്വയം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, എൻ്റെ മാസച്ചെലവ് എത്രയാണ്? ഇന്ന് 50,000 രൂപ ചെലവാണെങ്കിൽ 10 വർഷത്തിന് ശേഷം അത് 80,000 അല്ലെങ്കിൽ 1,00,000 രൂപയോ ആയി മാറാം. ഇത് വെറും നോർമൽ എക്സ്പെൻസ് ആണ്. ഇതിലെ മേജർ എക്സ്പെൻസുകൾ ഞാൻ കണക്കാക്കിയിട്ടില്ല. കാരണം പണപ്പെരുപ്പം ഒരിക്കലും നിൽക്കില്ല. എല്ലാ കൊല്ലവും പണപ്പെരുപ്പം 6% അല്ലെങ്കിൽ 7% ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള ബോധമുണ്ടാവില്ല. വിരമിച്ച ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക അപകടം രോഗമാണ്. ഒരു വലിയ ചികിത്സ വർഷങ്ങളായുള്ള സമ്പാദ്യം ഇല്ലാതാക്കും. മൂന്നാമത്തെ ചോദ്യം, കടമുണ്ടോ? വിരമിക്കുന്നതിന് മുമ്പ് കഴിയുന്നത്ര കടങ്ങൾ അവസാനിപ്പിക്കൂ. EMI-യുമായി റിട്ടയർമെൻറ്റ് ലൈഫ് ആരംഭിക്കരുത്. നാലാമത്തെ ചോദ്യം, എൻ്റെ സമ്പാദ്യം എത്ര വർഷം മതിയാകും? 2 കോടി രൂപ ഉണ്ടെന്ന് പറയുന്നത് മാത്രം പോരാ. അത് എത്ര വർഷം നിങ്ങളെ സംരക്ഷിക്കുമെന്നതാണ് പ്രധാന കാര്യം. അഞ്ചാമത്തെ ചോദ്യം, എനിക്ക് എല്ലാ മാസവും സ്ഥിരമായ വരുമാനം ലഭിക്കാനുള്ള സംവിധാനമുണ്ടോ? പെൻഷൻ ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ട 3 വലിയ തെറ്റുകൾ പറയാം. ഒന്നാമത്തെ തെറ്റ്, മുഴുവൻ പണവും ഭൂമിയിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക. ഭൂമി നല്ല നിക്ഷേപമാണ്, പക്ഷേ ഭൂമി മാസം തോറും ചെലവിനുള്ള പൈസ തരില്ല. രണ്ടാമത്തെ തെറ്റ്, റിട്ടയർമെൻറ്റ് പ്ലാനിംഗ്. അവസാന 5 വർഷത്തേക്ക് മാറ്റിവെക്കുക. പ്ലാനിംഗ് തുടങ്ങേണ്ടത് കുറഞ്ഞത് 10 മുതൽ 15 വർഷം മുമ്പാണ്. മൂന്നാമത്തെ തെറ്റ്, മക്കളെ ആശ്രയിച്ച് റിട്ടയർമെൻറ്റ് ജീവിതം പ്ലാൻ ചെയ്യുക. മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്കും സ്വന്തം ജീവിതമുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈകളിലായിരിക്കണം എപ്പോഴും. ഇനി ഞാൻ നിർദ്ദേശിക്കുന്ന 4 ഘട്ടങ്ങൾ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നമ്പർ കാണിക്കുക. സ്റ്റെപ്പ് 2, ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക. ഒന്നിലധികം ഇൻകം സോഴ്സസ് സൃഷ്ടിക്കുക. സ്റ്റെപ്പ് 4, ഒരു വില്ല് ഉണ്ടാക്കണം. എല്ലാ ബാങ്ക് അക്കൗണ്ടിന് ഒരു നോമിനേഷൻ ചെയ്തിരിക്കണം. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ശരിയായി തയ്യാറാക്കി സൂക്ഷിക്കുക. സുഹൃത്തുക്കളെ, ഗൾഫിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ച പണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അതിനെ
ശരിയായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഓർമ്മിക്കൂ, റിട്ടയർമെൻറ്റ് ഈസ് നോട്ട് ആൻ ഈവൻറ്റ്, റിട്ടയർമെൻറ്റ് ഈസ് എ പ്ലാൻ. ആ പ്ലാൻ ഇന്ന് തന്നെ തുടങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കോൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഗൾഫിലുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രവാസികളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾക്കായി പ്രവാസി അക്കാഡമിയോടൊപ്പം തുടരൂ. ഞാൻ ദിവാകരൻ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.